വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വെയർ. ഇന്ന് നമുക്കൊരു ക്രോപ്പ് ടോപ്പ് അല്ലെങ്കിൽ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് ചെയ്യാം. ഈ ഒരു സ്കാലപ്പ് സ്ലീവൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 1 മീറ്റർ ബ്ലൗസും 1 മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ മെഷർമെൻറ്റ് നോക്കാം. ഷോൾഡർ വരുന്നത് 7 ആണ്, ചെസ്റ്റ് വരുന്നത് 32. അതിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്തിട്ട് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. വേസ്റ്റും അതേപോലെ 28, 2 കൂടെ ആഡ് ചെയ്തിട്ട് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തേക്കാണ്. ഹിപ്പ് 28 അതിൻ്റെ കൂടെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഹിപ്പ് നമുക്ക് നല്ല ടൈറ്റായിട്ട് വേണമല്ലോ. അപ്പോൾ ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത് 16 ആണ്, ആം ഹോള് 13.5, അതേപോലെ ഫുൾ ലെങ്ത്ത് വരുന്നത് 10, അവിടുത്തെ റൗണ്ട് വരുന്നത് 9.25, ഫ്രണ്ട് നെക്ക് 5.5, ബാക്ക് നെക്കും 8. അപ്പോൾ ഞാൻ അല്പം ലെങ്ത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ 16 ആണെങ്കിൽ നമുക്ക് 18 ഇട്ട് വേണം ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലൈനിങ്ങിൻ്റെ പാർട്ട് 2 ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നെക്കിൻ്റെ വിട്ട് കൊടുക്കുന്നത് 2, ഒരു ഷോൾഡറിൻ്റെ അവിടെ ഒക്കെ 3 കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴോട്ട് എനിക്ക് 5.5 വേണ്ടത്. എന്നിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണവും തയ്യൽ തുമ്പും. എന്നിട്ട് നമുക്ക് ഫുൾ ലെങ്ത് വേണ്ടത് 16, പിന്നെ നമുക്ക് തയ്യൽ തുമ്പ് എല്ലാം കൂടെ ഞാനൊരു 2 ഇഞ്ച് കൂടി 18 ഒരു ലൈൻ ഇട്ട് എടുത്തേക്കുന്നത്. അവിടെ നമുക്ക് കറക്റ്റ് ലൈൻ വരച്ചെടുത്തേ ഞാൻ. ഇനി മുകളിൽ നിന്ന് വെച്ചിട്ട് കറക്റ്റ് എൻ്റെ നിപ്പിൾ പോയിന്റ് ഞാനൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് 8.5 1 ഇഞ്ച് കൂടെ കിട്ടി 9.5 ഞാനൊരു മാർക്ക് ഇട്ടെടുത്തു. അവിടെ നിന്നൊരു 4 ഇഞ്ചിൽ ഇതേപോലെ ഒരു മാർക്ക് കൊടുത്തു. അതേപോലെ താഴ്ഭാഗത്തും 4 ഇഞ്ചിലൊരു മാർക്ക് കൊടുത്തു. അവിടുന്ന് ഒരു 3 ഇഞ്ചിൽ ഇതേപോലെ ഒരു മാർക്ക് കൊടുത്തു. ഓക്കെ, ഇനി ആ 3 വിട്ടിട്ട് ബാക്കി നമ്മുടെ വേസ്റ്റിൻ്റെ പാട്ട് 6.25 തയ്യൽ തുമ്പും. ഈ നമ്മളിപ്പോൾ ഈ 3 കൊടുത്തിട്ടില്ല, അത് കട്ട് ചെയ്ത് മാറ്റും കേട്ടോ. വേസ്റ്റ് കൊടുക്കുന്നത് 12, അവിടുത്തെ വേസ്റ്റിൻ്റെ വണ്ണവും തയ്യൽ തുമ്പൊക്കെ ഞാനൊന്ന് ജോയിൻ ചെയ്തു. അതേപോലെ നമ്മുടെ മെയിൻ ഇതും ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ നിന്ന് ഞാൻ ഈ പോയിന്റിലേക്ക് ഒരു വര കൊടുത്തു. അതേപോലെ ഇപ്പുറത്തും ഇതേപോലെ വരച്ചു. എന്നിട്ട് നമ്മൾ 1 ഇഞ്ച് ആം ഹോൾ ഒന്ന് ചരിച്ച് വരച്ചു കൊടുത്തു. എന്നിട്ട് കറക്റ്റ് ഞാൻ ഒരു 5.5 ഒരു പോയിന്റ് ഇട്ടു. എന്നിട്ട് ആ പോയിന്റിനെ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടോ. ഇനി ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ഫ്രണ്ട് നെക്ക് നമുക്ക് വരച്ചെടുക്കാം. ഇതേപോലെ 5.5 ഇതേപോലെ ഞാനൊരു ബോക്സ് ലെങ്ത് 5.5 കൊടുത്തു. ജസ്റ്റ് ഒരു വൈഡായിട്ടൊരു റൗണ്ട് കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണേ. ഓക്കെ, ഇനി ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. തുണി 2 ആയിട്ട് തന്നെ മടക്കിയിട്ടിട്ടുണ്ട്. നെക്കിൻ്റെ വിത്ത് കൊടുക്കുന്നത് 2, അതേപോലെ അവിടെ നിന്നൊരു 3 ഇഞ്ച് കൊടുത്തു. എന്നിട്ട് ആം ഹോള 5 കൊടുത്തു. ലെങ്ത്ത് 16 പ്ലസ് തയ്യൽ തുമ്പും 18 കൊടുത്തു. ചെസ്റ്റിൻ്റെ വണ്ണം തയ്യൽ തുമ്പ്, അതേപോലെ വേസ്റ്റ് ഞാൻ 12.5 കൊടുക്കുന്നത്. അവിടെയും വേസ്റ്റും തയ്യൽ തുമ്പും, അതേപോലെ ഹിപ്പിൻ്റെ വണ്ണവും തയ്യൽ തുമ്പും. മെയിൻ ലെങ്ത്തും തയ്യൽ തുമ്പും ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് ആം ഹോൾ ഇതേപോലെ ചരിച്ചും വരച്ചു കൊടുത്തു. ഓക്കെ, ഇനി നെക്ക് 8.5 ഞാൻ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത്. അതും ബോക്സ് പോലെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് നല്ലൊരു വൈഡ് നെക്ക് കൊടുത്തു. ഓക്കെ, ഞാൻ എൻ്റെ താഴ്ഭാഗത്തല്ല കേട്ടോ ഞാൻ വൈഡ് കൊടുക്കുന്നത്. എനിക്ക് താഴ്ഭാഗത്ത് വൈഡ് വരുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് തുണി ഇതേപോലെ 4 ആയിട്ട് മടക്കി ഇട്ട് കൊടുത്തു കേട്ടോ. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. എന്നിട്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് 10 ആണ്. 10.5 ഞാനൊരു വരച്ചെടുക്കുക. 1/2 ഇഞ്ച് ഞാൻ വിടുന്നുള്ള. എന്നിട്ട് ചെറിയൊരു പഫ് കൊടുക്കാനായിട്ട് ഞാനൊരു 2.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ആദ്യം 10.5 മാർക്ക് ചെയ്തില്ലേ, അവിടെ നമ്മുടെ സ്ലീവ് വരച്ചു കൊടുത്തു. എന്നിട്ട് മുകളിൽ നിന്ന് താഴ്ഭാഗത്തെ വണ്ണം തയ്യൽ തുമ്പ്. ഓക്കെ, എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചരിച്ച് വരച്ചു കൊടുത്തു കേട്ടോ. മുകളിൽ നിന്ന് ഇവിടെയാണ് നമ്മൾ പഫ് ഒരു 3 പഫൊക്കെ ഞാൻ കൊടുക്കുന്നുള്ളൂ. എന്നിട്ടിത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. ഓക്കെ, ഇനി മെയിൻ ക്ലോത്തിൽ നമ്മൾ മെയിൻ ക്ലോത്ത് ഇങ്ങനെ വിരിച്ചിട്ടിട്ട് കറക്റ്റ് നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗങ്ങളല്ലേ ഇതൊക്കെ കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കറക്റ്റ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം എടുത്തു കേട്ടോ. അപ്പോൾ ചീത്ത ഭാഗത്തിൻ്റെ മുകളിലാണ് ഞാൻ തുണി വെച്ച് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ആ നെക്ക് അതേപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് അതിൻ്റെ ഈ അരി കൂടില്ലേ അതും മെയിൻ ക്ലോത്തും തയ്യൽ തുമ്പുമായിട്ട് ഞാനൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ബിഗിനേഴ്സിന് ഈസി ആയിട്ടുള്ള
മെത്തേഡാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചു തരുന്നത്. പ്രോപ്പറായിട്ട് ഉള്ളവർ കണ്ടിട്ട് എന്നെ ചീത്ത വിളിക്കരുത്. ബിഗിനേഴ്സിന് ഇതായിരിക്കും സിമ്പിളായിട്ട് അവർക്ക് ചെയ്തെടുക്കാൻ പറ്റുക കേട്ടോ. ബാക്കിയുള്ള പാർട്ടെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു, അത് കറക്റ്റായിട്ട് അതിൻ്റെ മുകൾ ഭാഗം എന്തായാലും നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. മുകൾ ഭാഗം മാത്രമാണ് മുകളിൽ വരാൻ പാടുള്ളൂ. അപ്പോൾ ഒരു സൈഡ് റൈറ്റും ഒരു സൈഡ് ലെഫ്റ്റും ആയിരിക്കും കേട്ടോ. അതിൻ്റെ ഒരു ഭാഗം ഞാൻ അന്ന് അടിച്ചെടുത്തിട്ട് ഇതേപോലെ കറക്റ്റ് നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുവാണേ. ഇതേപോലെ തുണി വലിച്ചു വിടാനേ പാടില്ല കേട്ടോ. ജസ്റ്റ് വിട്ട് മാത്രം ജോയിൻ ചെയ്യുക. വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രിൻസസ് കട്ട് ആവില്ല കേട്ടോ. ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഓപ്പോസിറ്റ് സൈഡും അതേപോലെ ജസ്റ്റ് ഒന്ന് ഞാൻ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് കറക്റ്റ് ഇതേപോലെ വെച്ചിട്ട് മുകൾ ഭാഗത്ത് തന്നെ ആയിരിക്കണം കേട്ടോ. നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ മാർക്ക് ചെയ്യണം. റൈറ്റ് സൈഡിലെ മുകൾ ഭാഗവും ലെഫ്റ്റ് സൈഡിലെ മുകൾ ഭാഗവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനു മുന്നേയും കറക്റ്റ് ക്രോപ്പ് ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഫ്രണ്ട് ഭാഗം ഓക്കെ. ബാക്ക് പാർട്ടിലും അതേപോലെ ചീത്ത വശത്താണ് ലൈനിങ് വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് കറക്റ്റ് ഇതേപോലെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുവാണേ. ഇത് ഞാനിപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് കേട്ടോ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ എന്താ പറയുക വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്തെടുത്തു. ഇനി ഫ്രണ്ടും ബാക്കും കൂടെ വെച്ചിട്ട് നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുവാണ് കേട്ടോ. ബാലൻസ് പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. രണ്ട് സൈഡും ഇതേപോലെ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിതാ ഈ തയ്യൽ തുമ്പ് ബാക്ക് സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഫേസ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷോൾഡറോടെ ജോയിൻ ചെയ്ത് കൊടുത്തേ. ഒരു പതിച്ചടി. എന്നിട്ട് തുണിയെ കറക്റ്റായി ഇതേപോലെ നാലായിട്ട് മടക്കിയിട്ടിട്ട് ഇതേപോലെ ലെങ്ത്ത് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് കറക്റ്റ് 17 മതി കേട്ടോ ലെങ്ത്ത്. ബാക്കിയുള്ള പാർട്ടെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മൾ മടക്കി അടിച്ചുകൂടെ വരുമ്പോൾ കറക്റ്റ് 16 നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഞാനൊരു ബാലൻസ് പാർട്ടിൽ കറക്റ്റ് 2 ഇഞ്ചിൽ ഇതേപോലെ ഒരു സ്ട്രൈറ്റ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, കട്ട് ചെയ്തെടുത്തു. ഇനി ചെയ്യുന്നത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്ട്രൈറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ടെടുത്ത് എന്നിട്ട് അതിനെ നിവർത്തി വെച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടാണ് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ അകത്തേക്ക് മടക്കി ഒരു സ്റ്റിച്ച് കൊടുത്തു. വീണ്ടും അകത്തേക്ക് മടക്കി ഒരു സ്റ്റിച്ച് കൊടുത്തു. അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തിൽ ഇത് കാണാൻ പാടില്ല, കാണില്ല കേട്ടോ. രണ്ട് സൈഡും ഇതേപോലെ ചെയ്തെടുത്തിട്ട് ബാക്ക് പാർട്ടിനെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തു. സ്ട്രൈറ്റ് ആയിട്ട് നടുക്കൂടെ മടക്കി കൊടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു സ്റ്റിച്ച് ഇട്ടെടുത്തു. ചീത്ത വശത്താണേ. എന്നിട്ട് ആ സ്റ്റിച്ചിനെ ഒന്ന് കറക്റ്റായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ് ഇപ്പോൾ. എന്നിട്ട് ഇതിനെ ഇതേപോലെ ഒന്ന് നിവർത്തി വെച്ചു. എന്നിട്ട് സിബ് വെച്ച് കൊടുക്കുവാണ് കേട്ടോ. ഇപ്പോൾ സിബാണ് ഞാൻ ഇൻവിസിബിൾ സിബാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ അരികൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇത് ഇൻവിസിബിൾ സിബ് ആയതുകൊണ്ടാണ്. നോർമൽ സിബാണെങ്കിൽ ഇത് നമുക്ക് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ സിബ് വെച്ച് കൊടുത്താൽ മതി. ഇൻവിസിബിൾ ആയതുകൊണ്ടാണ് അതിൻ്റെ അരികു ഭാഗം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ആദ്യം ഇട്ട സ്റ്റിച്ച് ഒന്ന് പൊട്ടിച്ചു വിടുവാണേ. ഹുക്ക് വെക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഞാനിത് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇൻവിസിബിൾ സിബൊക്കെ വെച്ച് സിബങ്ങ് പൊട്ടിപ്പോയി, മണ്ടത്തരമായിപ്പോയി. അതേപോലെ നമ്മൾ എന്തെങ്കിലും ഹെവി ആയിട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ കൈ വലിച്ചെടുത്തപ്പോഴത്തേനും സിബിൻ്റെ സ്റ്റിച്ച് പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒക്കേഷനിൽ സിബ് വെക്കാതിരിക്കാൻ ഞാനൊരു വലിയ പാഠം പഠിച്ചു കേട്ടോ. അപ്പോൾ ഇൻവിസിബിൾ സിബ് ഞാൻ വെച്ച് കൊടുക്കുവാണ്. സിമ്പിളാണ് കേട്ടോ ഇൻവിസിബിൾ സിബ് വെക്കാൻ. ഫൂട്ട് മാറ്റിയിട്ട് നമ്മൾ നോർമൽ സിബ് വെക്കുന്നൊരു രീതിയാണോ എന്ന് ചോദിച്ചാൽ
വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ എന്താ പറയുക, ബ്ലൗസിന് എപ്പോഴും എനിക്ക് ബെറ്റർ എന്ന് തോന്നിയിട്ടുള്ളത് ഹുക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനിത് ക്രോപ്പ് ടോപ്പായിട്ട് യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് ഇൻവിസിബിൾ സിബിലേക്ക് പോയത്. അത് ഞാൻ താഴേക്കാണ് കേട്ടോ വെച്ചത്. അതാണ് ഏറ്റവും മണ്ടത്തരമായി പോയത്. മുകളിലേക്ക് വെച്ചായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്ന് എനിക്ക് ഫീൽ ആവുന്നു. താഴേക്ക് വെച്ചതാണ് ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. അപ്പോൾ ഞാനിത് ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് വേണ്ടി ഡ്രസ് കോഡായിട്ട് എടുത്തൊരു സെറ്റ് മുണ്ടിൻ്റെയും ബ്ലൗസാണ് കേട്ടോ. ഓക്കെ, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ക്രോസ് പീസ് ജോയിൻ ചെയ്തിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ക്രോസ് പീസിന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യേണ്ട, നമ്മൾ ക്യാൻവാസ് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ബ്ലൗസിനാണ് ഒന്നും കൂടെ ക്രോസ് പീസ് വെക്കുന്നത് നല്ലത് കേട്ടോ. ക്യാൻവാസ് ആണ് എനിക്ക് ബെറ്റർ എന്ന് തോന്നിയത്. ഞാൻ ആദ്യമായിട്ടാണ് ക്രോപ്പ് ടോപ്പ് ഈ രീതിയിൽ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ എനിക്ക് മറ്റേതായിരുന്നു ബെറ്റർ എന്ന് തോന്നി. അപ്പോൾ ക്രോസ് പീസ് ഞാൻ നിർത്തി വളച്ച് ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നെക്കിൽ നല്ല ഭാഗത്താണ് ക്രോസ് പീസ് വെച്ച് കൊടുക്കുക. ഫുൾ നെക്കും ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ക്രോസ് പീസ് അല്ലാതെ ക്യാൻവാസിൽ ചെയ്യുന്നത് നോക്കാം കേട്ടോ. എന്നിട്ട് ചെറിയ വെട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് തിരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ഡോട്ട് കൊടുക്കുന്നത്. ഇതാവുമ്പോൾ ഹെമ്മി ചെയ്തെടുക്കണം, ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് കേട്ടോ. മറ്റേതാവുമ്പോൾ ആ ഒരു പ്രോസസ്സേ നമുക്ക് വേണ്ടി വരില്ല. ഓക്കെ, എന്നിട്ടിതാ ഞാനതിനെ മടക്കിയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ലൈനിങ് ഓക്കെ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വരും കേട്ടോ എങ്ങനെയാണ് എന്നുള്ളത്. എന്നിട്ട് ആ ക്രോസ് പീസിൻ്റെ മെയിൻ ക്ലോത്തിനെ പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ക്രോസ് പീസിലായിരിക്കണം ആ സ്റ്റിച്ച് വീഴാൻ പാടുള്ളൂ. ക്രോസ് പീസിൻ്റെ ലൈനിങ്ങിൻ്റെ സെൻറ്ററിലായിട്ട് വരും. ഒരിക്കലും നമ്മുടെ മെയിൻ ക്ലോത്തിൽ ആ സ്റ്റിച്ച് വീഴാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതൊരു 32 ചെസ്റ്റ് അളവിന് വേണ്ടിയിട്ട് കറക്റ്റ് ആകും കേട്ടോ. ഈ മെഷർമെൻറ്റ് തന്നെ നിങ്ങൾ എടുത്താൽ മതി, ഫിറ്റായിരിക്കും. എന്നിട്ട് ഇതിനെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് അകത്തേക്ക് ഹെമ്മി ചെയ്തെടുക്കാൻ മാത്രം മതി കേട്ടോ. ഒന്നുകൂടെ തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ട് ഷോൾഡർ ഒന്ന് ജസ്റ്റ് കയറ്റി 5ൽ ഞാൻ ക്രിയേറ്റ് എടുത്തു കേട്ടോ, ഒരു എല്ല് ഷേപ്പ്. എന്നിട്ട് നമ്മുടെ വേസ്റ്റ്, ഹിപ്പ് എല്ലാം ഒന്ന് ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് ബാക്ക് സൈഡിലും ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് 1 ഇഞ്ച് കുഴിച്ചുകൂടെ വെട്ടിക്കൊടുത്തു കേട്ടോ. രണ്ടാമത് ഇങ്ങനെ എടുത്ത് വെട്ടുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് മെയിൻ സ്റ്റിച്ച് നമ്മൾ ഇട്ട് കൊടുത്തു. 2 സൈഡും ഇതേപോലെ മെയിൻ സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഫ്രണ്ട് ആം ഹോൾ ഒരു 1/2 ഇഞ്ച് എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലൗസിനൊക്കെ ഇത് മസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഞാനൊരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഒരു 2 ഇഞ്ചിന് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട്, നീളം ഒരു 12 വരുന്നുണ്ട്, വീതി 2 ഇഞ്ചും. എന്നിട്ട് ഒരു ക്രോസ് പീസ് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് സ്കാലപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റായിട്ട് സ്കാലപ്പ് ചെയ്യാനായിട്ട് ഇതേപോലെ ഞാൻ കുഞ്ഞു സ്കാലപ്പ് ആണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ കുഞ്ഞു സ്കാലപ്പ് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ വലുത് തന്നെ വരച്ചു കൊടുത്തു. എന്നിട്ട് ലൈനിങ് പാർട്ടിൽ ഇതേപോലെ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ലൈനിങ്ങിൽ 2ഉം വെച്ച് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാൻവാസ് വെക്കുമ്പോൾ ക്യാൻവാസിൻ്റെ ആ ഒരു ഗ്ലേസ് ഉള്ള ഭാഗം തിരിച്ചു വെക്കണം കേട്ടോ, ഒട്ടിച്ച് വെക്കുമ്പോൾ. എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിക്കായി വരത്തുള്ളൂ. എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ, മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്തിൻ്റെ മുകളിലാണ് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കറക്റ്റ് ഇതേപോലെ നമ്മൾ വരച്ചെടുത്ത അതേ രീതിയിൽ പയ്യെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. ഷേപ്പ് മാറിപ്പോയ സ്കാലപ്പിന് ഒരു ഭംഗിയും കിട്ടില്ല കേട്ടോ. കറക്റ്റ് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്താണ് നിർത്തി അല്പം ടൈം എടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്കാലപ്പ് നെക്കൊക്കെ ചെയ്യുമ്പോൾ റേറ്റ് കൂടുതലുമാണ്. നമ്മൾ നോർമൽ
ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും റേറ്റ് കൂടുതലാണ്. അത്രയും പണിപ്പെട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഇതാ ബാലൻസ് ആയിട്ടുള്ള ക്ലോത്ത് എല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ ചെറിയ നോച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മാക്സിമം ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിനേക്കാളും നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഇത് നമുക്ക് കറക്റ്റായിട്ട് തിരിഞ്ഞ് കിട്ടത്തുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് ആ പോയിന്റുകളെല്ലാം നമുക്ക് കിട്ടണം കേട്ടോ. ഇങ്ങനെ ഞാൻ കറക്റ്റായിട്ട് തിരിച്ചെടുക്കുവാണ്. എന്നിട്ട് നമുക്കൊന്ന് അയൺ ചെയ്താൽ മതി. പതിച്ചടിക്കേണ്ട ആവശ്യമില്ല. പതിച്ചടിക്കണമെങ്കിൽ അടിക്കാം. അയൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കും കേട്ടോ. എന്തെങ്കിലും ഒരു ടൂൾ ഇട്ടിട്ട് കുത്തി ഇതിൻ്റെ എഡ്ജൊക്കെ കറക്റ്റ് ആക്കുവാണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തും ലൈനിങ്ങോടെ ഒന്ന് ഞാൻ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ബാലൻസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റുവാണ്. എന്നിട്ട് നമുക്കൊരു 3 പഫ് ഇട്ട് കൊടുക്കണ്ടേ, അതേ രീതിയിൽ 3 പഫ് ഇട്ടെടുക്കുവാണ് കേട്ടോ ഞാൻ. കറക്റ്റ് നമ്മൾ ആ പഫിന് വേണ്ടി പൊക്കി കൊടുത്ത ഭാഗത്ത് മാത്രം ഇട്ടെടുത്താൽ മതി. ഇതേ രീതിയിൽ 2 സ്ലീവ് കൂടെ ചെയ്തെടുക്കണേ. അപ്പോൾ എന്നിട്ട് കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. കറക്റ്റ് സ്ലീവ് സെൻറ്ററിൽ വെച്ചിട്ട് കറക്കി ഞാൻ ജോയിൻ ചെയ്തോണം. സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് തന്നെ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേ രീതിയിൽ ജോയിൻ ചെയ്തെടുത്തേ. സ്ലീവ് എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. സ്ലീവൊക്കെ നിർത്തി ജോയിൻ ചെയ്ത് കൊടുക്കുക. അടിച്ചു വിട്ടാൽ പിന്നെ അത് സ്ലീവ് ആയിട്ടില്ല, വളഞ്ഞു വരാൻ ഭയങ്കര പാടാണ്. എന്നിട്ട് ഇതിനെ തിരിച്ചിട്ടിട്ട് ജസ്റ്റ് നമ്മൾ സ്ലീവിൻ്റെ അടിഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്തിട്ട് അത് ചെസ്റ്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമുക്ക് വേണ്ട തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് ബാലൻസ് പാർട്ടെല്ലാം കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അധികം തയ്യൽ തുമ്പ് കിടന്നാൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇത്രയും പെർഫെക്റ്റായിട്ട് ഇരിക്കാൻ പാടായിരിക്കും. ചുളു വീഴുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ലെങ്ത്ത് കുറച്ച് ചെയ്താൽ നമുക്ക് സാരിക്ക് ബ്ലൗസായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് രണ്ടുമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ യൂസ് ആകുമെന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ചെസ്റ്റ് അളവ് ചെയ്ത് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.